നനഞ്ഞ് കുതിർന്ന് കിടക്കുന്ന സ്ഥലത്തെ നമുക്ക് തീ കൊണ്ട് കത്തിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ അങ്ങനെ ഒരു അസാധ്യമായതെ സാധ്യമാക്കുന്ന ഒരു ദൈവദാസനെ കുറിച്ച് നമുക്ക് കാണാം. 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. അത് വേറെ ആരുമല്ല, പ്രവാചകനായ എലിയ ഒരു യാഗപീഠത്തിന് മീത് വെള്ളം ഒഴിക്കാൻ പറയുക. ഒരു തവണയല്ല, 12 തവണ വെള്ളം ഒഴിച്ച് യാഗപീഠത്തെ നനച്ച് കുതിർക്കാൻ വച്ചിട്ട് അവിടെ ദൈവത്തിൻ്റെ അഗ്നിയെ ഏലിയാവ് ഇറക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഈ പ്രവൃത്തി ചെയ്യാനായിട്ട് ഏലിയാവ് എടുത്ത ഒരു ആയുധം എന്നാണെന്നറിയാമോ? ഏലിയാവിൻ്റെ വിശ്വാസമാണ്. കാരണം വെള്ളം ഒഴിക്കുമ്പോൾ, യാഗത്തിന് മേൽ വെള്ളം ഒഴിക്കുമ്പോൾ എങ്ങനെ തീ കത്തും? മനുഷ്യൻ ചുറ്റി നിൽക്കുന്നത് കണ്ട് പറഞ്ഞു കാണും, ഇവനെന്ത് ചെയ്യുന്നത്, ഇവനെന്ത് ഭ്രാന്താ കാണിക്കുന്നത്, ഇത് ഒരിക്കലും നടക്കത്തില്ല എന്ന് പലരും എന്ത് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ വിധി എഴുതി അവനെ കളിയാക്കി കാണാം. പക്ഷേ ഏലിയാവിൻ്റെ വിശ്വാസം ആ സാഹചര്യത്തിലൊന്നും പതറിപ്പോകാതെ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് വെള്ളം ഒഴിച്ച് അതിനെ നനയിപ്പിച്ച ആ ഏലിയാവ് എന്ത് ചെയ്യുക? അവിടെ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ആ യാഗപീഠത്തെ ദഹിപ്പിക്കുന്നതാണ് കാണാൻ പറ്റും. മക്കളെ, മറന്നു പോകരുത്. നമ്മുടെ വിശ്വാസം കണ്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. എന്ത് വിശ്വാസമാണ്? എൻ്റെ ദൈവം ആരാണെന്ന് തെളിയിക്കുന്ന വിശ്വാസം നമ്മൾ ഉണ്ടാകണം. മനുഷ്യൻ വിധി എഴുതുന്ന പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാം. ഇനി ഒരിക്കലും നടക്കത്തില്ല, ഇനി ഒരിക്കലും ഇത് ജീവൻ വയ്ക്കത്തില്ല, ഇനി ഒരിക്കലും നിനക്ക് അഡ്മിഷൻ കിട്ടത്തില്ല, ഇനി ഒരിക്കലും നീ നന്നാകത്തില്ല എന്ന് പലരും വിധി എഴുതിയാക്കി ആ ഒരു അവസ്ഥയെ ദൈവം എന്തിനാണെന്നറിയാമോ നമ്മുടെ ജീവിതത്തിൽ നൽകി തരുന്നത്? നമ്മുടെ ദൈവം ആരാന്ന് തെളിയിച്ച് കാണിക്കാൻ വേണ്ടിയാണ് ആ സാഹചര്യം നൽകി തരുന്നത്. ഏലിയാവിൻ്റെ വിശ്വാസം വലുതാണ്. ഏലിയാവ് പറയുകയാണ്, എൻ്റെ ഇസ്രായേലിലെ ദൈവം ആരാണെന്ന് ഞാൻ തെളിയിച്ച് കാണിക്കുമെന്ന്. ആ ഉറപ്പ് നമ്മളിലുണ്ടാകണം. ഈ സാഹചര്യത്തിലൊക്കെ പതറിപ്പോകാതെ ദൈവത്തിൽ വിശ്വസിക്കണം. നമ്മളും ഇനി നടക്കത്തില്ല, മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ, സാഹചര്യങ്ങളൊക്കെ തീർന്നു, അതൊക്കെ അടച്ചു, ഇനി ഒരിക്കലും നടക്കത്തില്ല എന്നുള്ള അവിശ്വാസത്തിലേക്ക് പോകാതെ ആരൊക്കെ എന്നാ പറഞ്ഞാലും എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ്, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഏലിയാവിൻ്റെ മുമ്പിൽ ആ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയതുപോലെ നമ്മുടെ പ്രശ്നത്തിന് മധ്യയിൽ സ്വർഗത്തിൽ നിന്ന് വലിയ വഴിയെ ദൈവം തുറന്നു തരും. അതിലൂടെ നമുക്ക് തെളിയിച്ച് കാണിക്കാൻ പറ്റും നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ സാഹചര്യങ്ങൾക്ക് ദൈവം നമുക്ക് തരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക. കാരണം ഈ സാഹചര്യത്തിലൂടെ മാത്രമേ എൻ്റെ ദൈവം ജീവിക്കുന്നുണ്ടെന്ന് ഇന്നത്തെ ഈ സമൂഹത്തെ നമുക്ക് തെളിയിച്ച് കാണിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം ഉറച്ചു നിൽക്കട്ടെ. ആരൊക്കെ എന്നാ പറഞ്ഞാലും എൻ്റെ ദൈവം വലിയവനാണെന്ന് നമുക്ക് തെളിയിച്ച് കാണിക്കണം. അതുകൊണ്ട് ഉറച്ച് നിങ്ങൾ വിശ്വസിക്കുവാണെങ്കിൽ അന്ന് ആ ജനം യഹോവയാണ് ദൈവമെന്ന് മനസ്സിലാക്കിയതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ ജയം കൊള്ളുന്നതിനെ കണ്ട് അവർ പറയും, നിങ്ങളുടെ ദൈവമാണ് ജീവനുള്ള ദൈവമെന്ന്. അങ്ങനെയുള്ള സാക്ഷ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ, നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ.